അല്ല, അതൊരു വഴങ്ങലിൻ്റെ പ്രശ്നമായിട്ട് കാണേണ്ട വേണു. എന്താ കാര്യം വെച്ചാൽ അവർ മുന്നണിയാണ്. അവർ മുന്നണിയിൽ എന്നും നിലയിൽ ഒരു 50 വർഷമായിട്ടൊരു മുന്നണിയിൽ നിൽക്കുന്ന രണ്ട് കക്ഷികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില കൊടുക്കൽ വാങ്ങലുകൾ, ചില നീക്കുപോക്കുകൾ അത് അവർക്ക് അനിവാര്യമാണ്. കാരണം അവർ കേരളം ഭരിച്ച ഒരു മുന്നണിയായിരുന്നു. എത്രയോ കാലം അവർ ഭരണം പങ്കിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ മറ്റേ പാർട്ടിയുടെ പ്രശ്നങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു അക്കമഡേഷൻ അത് ലീഗ് എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസും അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള ഒരു വിഷയമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അപ്പൊ അത് 2 സീറ്റ് എന്നുള്ളത് തീർച്ചയായും അങ്ങനെയെങ്കിൽ ശ്രീ എൻ പി ചെക്കുട്ടി ഇതൊരു രാഷ്ട്രീയ അബദ്ധമാകും, CPM അതിൽ കളിക്കുന്നു എന്ന ജാഗ്രതയോടുകൂടി 3 വട്ട ചർച്ചകളിലേക്ക് ഇത് വലിച്ചു നീട്ടിക്കൂടായിരുന്നു? ആ ഘട്ടം വരെ അത് പോവുക. ഒരു ഘട്ടത്തിൽ ലീഗിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു സമ്മർദ്ദം രൂപപ്പെട്ടതിന്റെ ഭാഗമായി വേണമെങ്കിൽ സൗഹൃദ മത്സരത്തിലേക്ക് പോകാം എന്ന ഒരു തീവ്ര നിലപാടിലേക്ക് പോകാനുള്ള സാഹചര്യം. ഇതെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത് എന്തിന്? അല്ല, ഇത് ഞാൻ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ലീഡർഷിപ്പിന് വലിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് കോൺഗ്രസിൻ്റെ ഈ ലീഡർഷിപ്പിനോട്, കേരളത്തിലെ ലീഡർഷിപ്പിനോട് ഇത്തരം കാര്യങ്ങളിൽ അവർ റിയാക്ട് ചെയ്യുന്നതിനോട് വിയോജിപ്പുണ്ട്. കരുണാകരൻ അക്കാര്യത്തിൽ വളരെ വളരെ ശക്തമായിട്ട് വളരെ പ്രത്യുൽപ്പന്ന മതിത്വത്തോടുകൂടി കൃത്യസമയത്ത് ഒരു കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്ന ഒരു ലീഡറാണ്. ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്തു. ഇപ്പോഴത്തെ ലീഡർഷിപ്പിന് ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും അവർ തെറ്റുപറ്റുന്നുണ്ട്. അവർ ഇത്തരം കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കില്ല. ഒരു പക്ഷേ മലബാറിൻ്റെ ഒരു പ്രത്യേകതകൾ പോലും കേരളത്തിലെ ലീഡർഷിപ്പിന് വേണ്ട വിധം മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ആ കാര്യത്തിൽ കോൺഗ്രസിന് കുറച്ച് വിമർശനമുണ്ട്. അതേ സമയത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് അവർക്ക് ന്യായമായിട്ട് അവരുടെ റെപ്രസെൻറ്റേഷൻ കൂട്ടേണ്ട. കാരണം പാർലമെൻറ്റിൽ എത്ര പേരുണ്ട്? മുസ്ലിം വോയിസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ന് എന്താ അവസ്ഥ? യഥാർത്ഥത്തിൽ ഭരണഘടനാ സമിതി ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ ചർച്ചയിൽ മുസ്ലിം റിസർവേഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കുന്ന സമയത്ത് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ കോൺഗ്രസ് അടക്കമുള്ള ദേശീയ കക്ഷികൾ കൊടുത്തോളാം എന്നുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും അത് അംഗീകരിച്ചത്. ഇപ്പം എന്താ സ്ഥിതി? ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം വോയിസ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ അവർ ആ കാര്യത്തിൽ തങ്ങൾ കൊടുത്ത ഉറപ്പ് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇപ്പോൾ വയനാടായിരുന്നു അവർക്കുണ്ടായിരുന്നു ഒരു സീറ്റ്. ആ സീറ്റും ഇപ്പം പിന്നെ ദേശീയ നേതാവിനാണ് കൊടുത്തത്. എന്നിരുന്നാൽ പോലും ഒരു മുസ്ലിം റെപ്രസെൻറ്റേറ്റീവ് കൂടി ഇല്ലാതായി. അപ്പം അത്തരം കാര്യങ്ങളിൽ ലീഗ് ഉയർത്തുന്ന ഒരു ആശങ്കയുണ്ടല്ലോ, ഞങ്ങൾക്ക് വേണ്ടി പറയാൻ ഞങ്ങളുടെ അനുഭവമുള്ള ആളുകൾ, മുസ്ലിം സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ ആളുകളില്ല എന്നുള്ളൊരു പ്രശ്നം അത് ലീഗിൻ്റെ പ്രശ്നമല്ല, കേരളത്തിൻ്റെ പ്രശ്നമാണ്. കാരണം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, അവരുടെ ആസ്പിറേഷൻസ് അത് പാർലമെന്റിൽ പറയാൻ വേണ്ടത്ര ആളുകളില്ല എന്നൊരു പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാനുള്ള കൂട്ടായ ശ്രമം അവർ നടത്തുന്നു എന്നത് സ്വാഗതാർഹമാണ്. അത് മാത്രം, അതല്ലാണ്ട് അത് വൈകിപ്പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ശ്രീ എൻ പി ചെക്കുട്ടി, അല്ല ഒരു സെക്കൻഡ് ശ്രീ എൻ പി ചെക്കുട്ടി, ഇതിനകത്ത് ഞങ്ങൾ UDF ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചത് തീർപ്പാക്കി, ഞങ്ങളുടെ കോൺഗ്രസ് നേതാവ് ആദ്യം പറഞ്ഞു, അതിനുശേഷമാണ് ലീഗ് നേതാവ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ മനോസുഖമുള്ള വിശദീകരണങ്ങൾ നൽകാമെങ്കിലും അടിസ്ഥാനപരമായ രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്താണ്? ലീഗ് CPM-മായി ബന്ധപ്പെട്ട ഏത് ഘട്ടത്തിലും ഒരു സൗഹാർദ്ദത്തിലേക്ക് പോകാനിടയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പിടിവാശിയിലേക്ക് ലീഗ് പോയാൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അതിനോട് വഴങ്ങേണ്ടി വരും എന്ന കൃത്യമായ വ്യക്തമാകൽ തന്നെയല്ലേ ഇന്നിപ്പോൾ ഈ 2 സീറ്റ് എന്നതിൽ ലീഗ് നിൽക്കുമ്പോഴും രാജ്യസഭാ സീറ്റ് ഉറപ്പിച്ചു എന്ന അവകാശവാദത്തോടെ ഈ കാര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നവരുടെ നിലപാട്? വേണു 91 പത്രപ്രവർത്തകനായിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. വേണു ആ കാലത്ത് പത്രപ്രവർത്തന രംഗത്തുണ്ട്. 91 ഞാനുണ്ടായിരുന്നു. 91 മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സുലൈമാൻ സേട്ടു അടക്കമുള്ള ആളുകൾ കോഴിക്കോട് പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു പ്രസ്താവന നടത്തി, ഞങ്ങൾ UDF വിടുക എന്ന്. ഓർമ്മയുണ്ടോ? 91 ഫെബ്രുവരിയിൽ എങ്ങാണ്ട് ആ പത്രസമ്മേളനം നടത്തി അവർ വിട്ടുപോകാൻ തീരുമാനിച്ചത്. ഞങ്ങൾ പറഞ്ഞു അവർ വിടുക എന്ന് പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ അവർ പ്രതീക്ഷിച്ചത് LDF-ൽ റെക്കമെൻഡേഷൻ കിട്ടുന്നതായിരുന്നു. എങ്ങനെയാണ് മുസ്ലിം ലീഗിനോട് അന്ന് CPM പെരുമാറി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ നിലപാടിൽ ഒരു മാറ്റവും അവർക്കില്ല. അതിനുശേഷം 94 ഈ സുലൈമാൻ സേട്ടു പാർട്ടി വളർത്തിപ്പോയി. അവരൊരു വേറെ പാർട്ടി ഉണ്ടാക്കി. LDF-നോട് CPM-നോട് ചർച്ച ചെയ്ത് കൊടിയും ബോർഡും അടക്കം തീരുമാനിച്ചത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. അതിനുശേഷം 25 കൊല്ലമാണ് പുറത്ത് നിർത്തിയത്. അപ്പോൾ അങ്ങനെ നിർത്തിയ ഒരു പാർട്ടിയോട് ലീഗ് അവിടെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടും തരും, UDF-നോട് പിന്നെ വഴക്കിട്ട് പിരിയും എന്നൊക്കെ ആരെങ്കിലും വിചാരിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? എനിക്ക് ലീഗിൻ്റെ ചരിത്രം 30-35 കൊല്ലമായിട്ട് ഞാൻ അവരെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത്തരം വിഡ്ഢിത്തങ്ങളൊന്നും ലീഗ് ലീഡർഷിപ്പ് ചെന്ന് ചാടും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവിടെ പ്രകാശമാഷ് ചൂണ്ടിക്കാട്ടുന്ന ഓരോരോ സന്ദർഭങ്ങളോ മാറിയ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. താങ്കൾ സൂചിപ്പിച്ച ഒരു ദശാസന്ധിയിലുമല്ല ലീഗ് ഇപ്പോൾ നിൽക്കുന്നത്, ലീഗ് അഭിമുഖീകരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അതൊരു അങ്ങ് തന്നെ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതുപോലെ ലീഗ് നേരിടുന്നത് ഒരു സാമൂഹ്യ അസ്തിത്വവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ്, അതൊരു രാഷ്ട്രീയ അസ്തിത്വവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ്. അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നത് കോൺഗ്രസോ CPM-ഓ എന്ന വലിയ ചോദ്യം ലീഗിന്റെ അണികൾ നേരിടുന്നുണ്ട്.
അല്ല, അത് ഞാൻ തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ പാർലമെന്റിലെ മുസ്ലിം റെപ്രസെന്റേഷൻ, പാർലമെന്റിലെ മുസ്ലിം വോയിസ്, അതൊരു ഗൗരവമുള്ള പ്രശ്നമാണ്. കാരണം ഇന്ത്യയിലെ ഒരു മേജർ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഏതാണ്ട് അവരുടെ വോയിസ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി കളയും എന്നാണ് രാജ്യം ഭരിക്കുന്ന കക്ഷി തീരുമാനിച്ചിരിക്കുന്നത്. UP അടക്കമുള്ള 27-28% മുസ്ലിങ്ങളുടെ സ്ഥലത്ത് ഒരാൾക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മുസ്ലിം വോയിസ് വരിക, സംസാരിക്കാൻ അവിടെ ആളുകൾ ഉണ്ടാകുക, അത് വളരെ വളരെ പ്രധാനമാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ CPM-നും കോൺഗ്രസിനും നമ്മളെപ്പോലെ സാധാരണ സെക്യുലറിസ്റ്റുകൾക്കോ ഒരേ അഭിപ്രായമാണ്. പക്ഷേ ഈ CPM ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഉടനടി തങ്ങളുടെ 50 കൊല്ലത്തെ മുന്നണി ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് ലീഗിന് പോകാൻ കഴിയില്ല. ഇനി പോയാൽ തന്നെ CPM ഇത് കൊടുക്കാൻ കഴിയുമോ? പോയാൽ പിന്നെ ശരി, ഒരു കാര്യം കൂടി ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ ഈ 2 സീറ്റിൽ വഴങ്ങുക, അതുപോലെ തന്നെ മണ്ഡലം മാറുക, ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ തെളിയുന്ന ഒരു രാഷ്ട്രീയ ചിത്രമുണ്ട്. അതിലുള്ള അങ്ങയുടെ വീക്ഷണമാണ് വേണ്ടത്. വിയോജിക്കാം അല്ലെങ്കിൽ യോജിക്കാം. പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ ലീഗ് ആരോടെല്ലാം വഴങ്ങി എന്നത് പരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഹംസ വരുന്നു, അത് സ്വാഭാവികമായും ലീഗിനെ സംശയത്തിലാക്കിയിരിക്കുന്ന സമസ്തയിലെ പ്രത്യേകിച്ച് നല്ല രോഷത്തോടെ ലീഗ് നേതൃത്വത്തെ, പാണക്കാട് തങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന സമസ്തയിലെ ഒരു യുവജന വിഭാഗമുണ്ട്. അവരുടെ താല്പര്യങ്ങൾ ഒരുപക്ഷെ ഹംസയിലൂടെ ആകുമോ ഇനി പുറത്തേക്ക് വരിക, അവരുടെ രാഷ്ട്രീയ നിലപാട്, അത് ലീഗ് ശങ്കിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ സമസ്തയുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഹംസയ്ക്ക്, അതുപോലെ തന്നെ നല്ല ബന്ധമുള്ള സമദാനി ഇറങ്ങട്ടെ. അങ്ങനെ ഒരു പ്രതിരോധം തീർക്കാൻ സ്വയം നിർബന്ധിതമാകുന്നുണ്ടോ ലീഗ് ഈ മണ്ഡലമാറ്റത്തിലൂടെ? അങ്ങനെയെങ്കിൽ ലീഗ് ആർക്കൊക്കെയാണ് വഴങ്ങുന്നതെന്ന് പരിശോധിക്കണം. ഒരർത്ഥത്തിൽ ഹംസയെ ഇറക്കിയ CPM ഞങ്ങളെന്നാൽ ഒരു ഘട്ടം വന്നാൽ നേർക്കുനേർ നേരിടും എന്ന് ബലം പിടിച്ചെങ്കിലും പിന്നെ സമസ്തയോട് ഉള്ള സമരസപ്പെടൽ, സർവോപരി ഇനിയിപ്പോൾ കോൺഗ്രസുമായും ബലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം പെട്ടിയിൽ വീഴുന്ന ഓരോ വോട്ടും ഞങ്ങൾക്ക് പ്രധാനമാണ്, അതുകൊണ്ട് കോൺഗ്രസിനോടും വഴങ്ങൽ. അങ്ങനെ മുന്നണിക്കകത്തും പുറത്തും സഹോദര വിഭാഗങ്ങൾക്കും ഒക്കെ വഴങ്ങുന്ന ഒരു ലീഗിനെയാണോ ഇന്ന് കണ്ടത്? വേണു, അത് പിന്നെ നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അവിടെ ഉള്ളത് തന്നെയാണ്. അതൊക്കെ യഥാർത്ഥത്തിൽ പ്രശ്നമാണ്. സമസ്തയുടെ പ്രശ്നമുണ്ട്. ഇപ്പോൾ സമസ്തയിലെ ഒരു വിഭാഗം പാണക്കാട് ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്യും. ഇതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറി? എന്തുകൊണ്ടാണ് അഹമ്മദ് പൊന്നാരിയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറിയത്? കാരണം അവരുടെ സീനിയർ മോസ്റ്റ് ലീഡർ എല്ലായ്പ്പോഴും അത് ഇസ്മായിൽ സാഹിബിൻ്റെ കാലം മുതലേ ഉള്ള ഒരു പാരമ്പര്യമാണ്. ലീഗിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് എല്ലായ്പ്പോഴും മലപ്പുറത്താണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. അത് പിന്നെ സീറ്റ് മാറിയ സമയത്ത് അഹമ്മദ് നേരെ മലപ്പുറത്തേക്ക് പോയി. അത് വളരെ സ്വാഭാവികമാണ്. ഇപ്പോഴുള്ള 2 പേരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ, പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ശക്തമായിട്ട് സംസാരിക്കുന്ന ആൾ, ലീഗിലെ വോയിസ് എന്ന് പറയുന്നത് ET ആണ്. അദ്ദേഹം ഇങ്ങോട്ട് മാറി, അത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ അതിനെ എന്താ പറയുക അമിതമായിട്ടൊന്നും കണ്ട. ഹംസ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹം ലീഗിലെത്തുണ്ടായിരുന്ന ഹുസൈൻ രണ്ടത്താണി വരുമ്പോൾ കാന്തപുരം അതുപോലെ തന്നെ PDP അങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത് പോലെയല്ല. അബ്ദുറഹ്മാനെ ഇറക്കുമ്പോൾ, കോൺഗ്രസിൽ നടത്തിയെടുത്തുകൊണ്ടുവന്ന അബ്ദുറഹ്മാനെ ഇറക്കുമ്പോൾ ഉള്ള ഒരു പരീക്ഷണം പോലെയല്ല, അൻവറിനെ കൊണ്ടുവന്ന് നടത്തുന്ന പരീക്ഷണം പോലെയല്ല ഹംസ. അത് സമസ്തയുമായി ബന്ധമുള്ളതാണ്. ഹൈദരലി തങ്ങളുമായി വൈകാരികമായ ബന്ധത്തിന്റെ ഇഴയെടുപ്പമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അതല്ലാതെ സീനിയർ മോസ്റ്റ് നേതാവിനെ ആദരിക്കാൻ മലപ്പുറത്തേക്ക് ഒരു മാറ്റം, അങ്ങനെ മാത്രമാണ് ഇതിനെ കാണേണ്ടത്. അല്ല, ഞാൻ ഇവിടെ സമസ്തയായിട്ട് ബന്ധമില്ലാത്ത ഒരു ലീഗ് നേതാവിനൊന്ന് കാണിച്ചു തരുമോ? സമസ്തയായിട്ട് മലബാറിലുള്ള സുന്നി മുസ്ലിങ്ങളിൽ ഏത് മുസ്ലിം ലീഗ് നേതാവിനാണ് സമസ്തയായിട്ട് ബന്ധമില്ലാത്തത്? മുസ്ലിങ്ങളിൽ എല്ലാവർക്കും സമസ്തയായിട്ട് ബന്ധമുണ്ട്. കാരണം അവരുടെ മഹല്ല് കമ്മിറ്റിയുടെ നിലപാടുകൾ തീരുമാനിക്കുന്നത് സമസ്തയാണ്. അവരൊക്കെ ഓരോ മഹലിലുള്ളതാണ്, ഓരോ പള്ളിയിൽ പോണത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ അത് ഒരു അമിത വായനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹംസ തീർച്ചയായും വളരെ 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 കരുത്തനായിട്ട് സ്ഥാനാർത്ഥിയാണ്, അതിലൊന്നും തർക്കമൊന്നുമില്ല. ഹംസ നേടുക എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാവാനിടയുണ്ട്. അതും ഞാൻ കാരണം 7 മണ്ഡലങ്ങളിൽ 4 മണ്ഡലം ഇപ്പം തന്നെ LDFിൻ്റെ കയ്യിലാണ്. അപ്പോൾ തീർച്ചയായും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണത്. പക്ഷേ ആ വെല്ലുവിളി നേരിടാനുള്ള സംഘടനാ ശേഷി ലീഗിനുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കി. 96-ൽ ഏതാണ്ട് ലീഗ് വലിയ തോതിൽ പരാജയം മലപ്പുറത്ത് നേരിടുന്നു. അതെ, കുഞ്ഞാലിക്കുട്ടി തോറ്റു, അതുപോലെ ET തോറ്റു, മുനീർ തോറ്റു. അതിനുശേഷം വീണ്ടും ഒരു തിരിച്ചു വരവ് അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ലീഗിനെ നമ്മൾ അങ്ങനെ എഴുതി തള്ളരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഞാൻ മറ്റത്തേളിലേക്ക് കൂടി വരാം. ആദ്യ ഇടവേളയിലേക്ക് പോയതിനു ശേഷം